ആൽഗോരിതം ഡെവലപ്പ് ചെയ്യുന്ന കുറച്ച് റിസർച്ചേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട്. അത് മാത്തമാറ്റിക്സും കമ്പ്യൂട്ടർ സയൻസും അതുപോലെ ഫിസിക്സും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ ജോയിൻ ചെയ്തിട്ട് ഒരു ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ചുള്ള കുറച്ച് റിസർച്ചേഴ്സിനെ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അവരാണ് ശരിക്കും എന്ത് ചെയ്യുക, ഫ്യൂച്ചറിലുള്ള ഒരു AI എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഡിസൈൻ ചെയ്യാം. IT റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് ടാമിങ് ചെയ്യാവുന്ന ഒരു ചാറ്റ് ബോട്ടാണ് ഇതായിട്ടുള്ളത്. അപ്പോൾ യൂസർക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് ഒരു ക്വയറി കൊടുക്കാം. ആ ക്വയറിയിൽ നിന്ന് യൂസറുടെ ഇൻറ്റൻഷൻ മനസ്സിലാക്കിയിട്ട് ടൂളുകൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യും, AI പ്ലാൻ ചെയ്യും. ഈ സിലിക്കൺ വാലിയിൽ നിന്നൊക്കെ വരുന്ന ടെക് ജയൻസുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് US ബേസ്ഡ് ആണല്ലോ ഇപ്പോൾ നിലവിൽ ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരുന്ന NVIDIA അടക്കമുള്ള ഗൂഗിൾ അടക്കമുള്ള കമ്പനികളൊക്കെ US ബേസ്ഡ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ചൈനയിൽ നിന്നൊരു ഡീപ് സീക്ക് വരുന്നു. ആ ഡീപ് സീക്കിന് ഇതുപോലുള്ള അഡ്വാൻറ്റേജുകളൊക്കെ ഉണ്ടാകുന്നു. ഇത് ലോകം മനസ്സിലാക്കുന്നു. പെട്ടെന്ന് തന്നെ US-ലെ ഈ ജെയിൻസിന്റെ ഷെയർ വാല്യൂ ഒക്കെ ഇടിയുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. നമ്മളിപ്പോ വിലയിരുത്തിയപ്പോഴും അങ്ങനെ തന്നെ ഡീപ് സീക്ക് കൊടുക്കുന്ന ഒരു ഹോപ്പ് ഉണ്ട്. ഈ തേർഡ് വേൾഡ് കൺട്രികൾക്കടക്കം ഇതിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൺട്രികൾക്കും കൊടുക്കുന്ന ഒരു ഹോപ്പ് ഉണ്ട്. ഇത് US-ൽ നിന്ന് ഇതിന്റെ ഈ ഒരു മാറ്റം ഇത് ഭാവിയിലും ഇങ്ങനെ വലിയ തോതിൽ തന്നെ വരാൻ സാധ്യതയുണ്ടോ? അത് നമുക്കത് ഒരു കോൺസെപ്റ്റ് ചേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് ഡീപ് സീക്ക് വന്നിട്ടുള്ളത്. അതായത് മുമ്പ് നമ്മുടെ ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഹൈ എൻഡ് കമ്പ്യൂട്ടിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള ആൽഗോരിതംസ് ട്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കേൾക്കുന്ന സംഖ്യകളൊക്കെ എന്നുള്ളത് $500 ബില്യൺ US ഈ ഗവൺമെൻറ് ചെയ്യണു. അതുപോലെ NVIDIAയുടെ ഷെയറൊക്കെ അങ്ങ് ഭയങ്കര സ്പീഡിൽ കുതിക്കണു എന്നൊക്കെ പറയാം. അത് ഇതുണ്ടെങ്കിലേ സംഭവം നടക്കുള്ളൂ എന്നൊരു പെർസെപ്ഷൻ ആയിരുന്നു നമ്മളിലൊക്കെ ഉണ്ടായിരുന്നത്. അതായത് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമല്ല, നടക്കൂല എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കുന്ന GPUs ഒരു ചിറ്റമനായിരുന്നു. അതായത് നമുക്ക് അത് എൻ്റെ അടുത്ത് നിന്ന് എവിടേക്കും പോകാൻ പാടില്ല, എൻ്റെ അടുത്തായിരിക്കണം എൻ്റെ സുപ്രീംവസി എന്നുള്ള ഒരു കോൺസെപ്റ്റിലായിരുന്നു US അഡ്മിനിസ്ട്രേഷനും അതുപോലെ GPU എക്സ്പോർട്ട് ചെയ്യുന്നതൊക്കെ. അതെ 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 അതെ. അപ്പൊ GPU എക്സ്പോർട്ട് ചെയ്യും. ഇത് തങ്ങളുടെ ഈ കുത്തക നിലനിർത്താനുള്ളൊരു ലക്ഷ്യത്തിൽ തന്നെ ആയിരുന്നു. അപ്പം ഇവർ അവിടെയാണ് ആ ചലഞ്ചിനെ ഏറ്റെടുത്തിട്ടാണ് ഈ റിസർച്ചേഴ്സ് ഈ ഒരു പണി ഒപ്പിച്ചത്. കാരണം A100 H80 800 തുടങ്ങിയിട്ടുള്ള ചിപ്പുകൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാവരിലേക്കും എന്താ പറയുക, ഇങ്ങനൊരു ഹൈ എൻഡ് മെഷീനൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ സാധനം ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഞാൻ ഇന്നലെ ഇതിൻ്റെ ഒരു ഗിറ്റ് ഹബ് പേജ് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ITS പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഇൻ്റലിജൻറ്റ് ട്യൂട്ടറിങ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്റ്റാർട്ടപ്പ് മോഡൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡീപ് സീക്കിനെ എങ്ങനെ ലെവറേജ് ചെയ്യുക എന്നുള്ളത് നോക്കിയ സമയത്ത് നമുക്ക് ഇതിനൊരു സ്മോൾ ലാംഗ്വേജ് മോഡലാക്കി മാറ്റാൻ പറ്റും. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്മോൾ ലാംഗ്വേജ് മോഡലാക്കി മാറ്റാൻ പറ്റും. അഥവാ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രോസസ്സ് അതിൽ പറയുന്നുണ്ട്. കൂടുതലായിട്ട് പഠിക്കേണ്ടതാണ്. അതായത് ഈ ഡീപ് സീക്കിൻ്റെ R1 മോഡലിന് ഹൈ റീസണിങ് കപ്പാസിറ്റി ഉണ്ട്. അപ്പം ഇതിനെ കോഡിങ്ങുമായി ബന്ധപ്പെട്ടൊരു മോഡലുമായിട്ട് ഒരു സ്മോൾ ലാംഗ്വേജ് മോഡലുമായിട്ട് ഡിസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ വളരെ ചെറിയ മോഡലാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ അതെന്ത് ചെയ്യാം, ഒരു ലോക്കൽ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്താലും വളരെ ഫ്രീ ആയിട്ട് ഏത് സമയത്തും എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഇത് ആയിട്ട് മാറും. പിന്നെ ഇതിൻ്റെ ട്രെയിനിങ് കോസ്റ്റും വളരെ കുറഞ്ഞ ഇതായിരുന്നു. അപ്പോൾ ഈ ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതിന് ഒരുപാട് പവർ ആവശ്യമുണ്ട്. പവർ സെക്ടറിലും എന്ത് ചെയ്യണം, അഡ്വാൻസ്മെൻറ്റ് വരേണ്ടതുണ്ട്. ഞാനതിൽ ഈ സോളാർ ടെക്നോളജി ശരിക്കും PN ജംഗ്ഷൻ ഡയോഡ് കണ്ടെത്തിയ കാലത്തുള്ള സംഭവമാണ് ഈ സോളാർ സെല്ല് എന്ന് പറയുന്നത്. ആ സോളാർ സെല്ല് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. 2012 ഒരു പേപ്പർ എന്നാൽ ഇതൊക്കെ ശരിക്കും പുറത്ത് വരിക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ഒരു പുതിയൊരു ടെക്നോളജി ആ സയൻസിന് ഉപോത്ഭകമായിട്ട് വരുന്ന സമയത്താണ് എന്ത് ചെയ്യുക, ഇതൊക്കെ ഒരു വെളിച്ചം കാണുള്ളൂ. അപ്പോൾ ഇപ്പോൾ 2017 ട്രാൻസ്ഫോമർ മോഡൽ വന്നു. അതിൻ്റെ ഇത് എഫക്റ്റ് വന്നത് 2022 ഞാൻ പറഞ്ഞു വന്നത് ഈ ബക്മിസ്റ്റർ ഫുൾറി എന്ന് പറഞ്ഞിട്ട് കാർബൺ-60 ഒരു അലോട്രോപ്സ് ഉണ്ട്. അതുപോലെ കാർബൺ നാനോ ട്യൂബ്സും ഉണ്ട്. അപ്പോൾ ഇതൊരു കാർബൺ-60 എന്ന് പറഞ്ഞൊരു ഫുട്ബോൾ ലൈക്ക് സ്ട്രക്ചറാണ്. അപ്പോൾ ഇത് ഈ സിംഗിൾ വാൾഡ് നാനോ ട്യൂബ്സുമായിട്ട് അല്ലെങ്കിൽ മൾട്ടി വാൾഡ് നാനോ ട്യൂബ്സുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ
ഭയങ്കര എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റ് പോലെ, നമുക്കിപ്പം ഇവിടെയൊക്കെയുള്ള ഷീറ്റ് പോലെ എന്ത് ചെയ്യുക, എവിടെ വേണേലും കാറിൻ്റെ പുറത്തോ വീടിൻ്റെ പുറത്തോ ഒക്കെ ഒട്ടിക്കാൻ പറ്റുന്ന ഒരു ഷീറ്റായിട്ട് അത് മാറണമെന്ന് വിചാരിക്കാം. എന്ന് പറഞ്ഞാൽ പെയിൻറ് ചെയ്യുന്നതിന് പകരം ഒരു ഷീറ്റ് ഒട്ടിക്കണു, അതെന്ത് ചെയ്യണു, എനർജി നീഡ്സൊക്കെ തരണു. അപ്പോൾ ആ രീതിയിൽ പിന്നെ ഇത് റിന്യൂവബിൾ എനർജിയുടെ റിസോഴ്സ് മാറുകയും അതിൻ്റെ റിസോഴ്സ് യൂട്ടിലൈസേഷൻ മാറുകയും അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പിന്നെ പുതിയ തരത്തിലുള്ള ബാറ്ററി റിസർച്ചും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ എനർജി അഫോർഡബിൾ ആയിട്ട് വരും. കമ്പ്യൂട്ടേഷൻ റിസോഴ്സ് നമുക്ക് എങ്ങനെ അഫോർഡബിൾ ആയി വന്നോ അതേ രൂപത്തിൽ എനർജി റിസോഴ്സും കൂടെ, എനർജി സെക്ടറിലും കൂടെ ഇതിൻ്റെ ഒരു സംഭവം ആയി വരാനുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആയിക്കഴിഞ്ഞാൽ എന്താ പറയുക, വളരെ ക്ലീൻ എനർജിയിൽ ക്ലീൻ AI, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു AI നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം, ഈ ഓപ്പൺ സോഴ്സ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നതിൽ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ ഞാൻ പറഞ്ഞല്ലോ, എക്സ്പേർട്സ്, മിക്സർ ഓഫ് എക്സ്പേർട്സ് എന്നാണ്. ഈ എക്സ്പേർട്ടിന് എന്ത് ചെയ്യുക, വേറെ രീതിയിലുള്ള എക്സ്പേർട്ടുകളും ആവാം. ഞാൻ പറഞ്ഞ മനസ്സിലായി. അതായത് ഇപ്പം നമ്മൾ എൻജിനീയറിങ്, മെഡിസിൻ എന്നൊക്കെ പറയുന്ന മേഖലയിൽ അതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ട് എന്നതുപോലെ തന്നെ ടെററിസ്റ്റുകൾക്കും ഈ രൂപത്തിൽ ഡിസ്റ്റിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡാറ്റനെ, മോഡലിനെ, കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റി ബ്രീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ടെക്നോളജി റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ അത്ര അധികം ഇതുണ്ട്. അതിപ്പോൾ എല്ലാ സംഗതിക്കും ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊരു പിന്നെ AI എന്ന് പറയുന്നത് അങ്ങനത്തെ, അത് അൺകൺട്രോൾഡ് ആയിട്ട് ഇത് ഗ്രോ ചെയ്താലും വളരെ ഭയങ്കര പ്രോബ്ലംസാണ് ഈ ഒരു ഫീൽഡിൽ വരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് US കമ്പനികൾ അവിടെ പിന്നെ അത്രയും പിന്നെ അവരുടെ ഒരു കുത്തക നിലനിർത്തിക്കൊണ്ടായിരുന്നു. ഇപ്പോൾ ചൈനയുടെ ഇത് വരുന്നു, ഇനിയും പിന്നെ ഇങ്ങനെയുള്ള ഓരോ കമ്പനികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അതിലെ ഒരു ഇത് ചൈന US എന്നുള്ളതിനപ്പുറം ഓപ്പൺ സോഴ്സ് ക്ലോസ് സോഴ്സ് തമ്മിലുള്ളൊരു വാറായിരിക്കും വരാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഇതിൻ്റെ ഈ ഡീപ് സീക്ക് ശരിക്ക് അത് ട്രെയിൻ ചെയ്യുന്നത് US വെച്ചിട്ടാണ്. അത് എന്താ ക്രോക്സോ അങ്ങനെ ഒരു പിന്നെ കമ്പനിയുടെ ഡാറ്റാ സെൻറ്ററിൽ വെച്ചാണ് ഇതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ, അതിൻ്റെ മോഡൽ നമുക്ക് ഡെപ്ലോയ് ചെയ്തിട്ടുള്ള US ഇതിൽ വെച്ചിട്ടാണ്. അപ്പം പക്ഷേ ഇതിൻ്റെ ട്രെയിനിങ് നടന്നിട്ടുള്ളത് ചൈനയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രോക്സിൻ്റെ ഒക്കെ സെർവറിൽ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നടക്കുന്നത് ഒരു ക്ലോസ്ഡും അതുപോലെ ഓപ്പണും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. ഇപ്പോൾ ഓപ്പൺ AI എന്ന് പറയുന്ന പേരിൽ മാത്രമേ ഓപ്പൺ ആയിട്ട് വരുന്നുള്ളൂ, മറ്റതൊക്കെ ഇതിൽ ക്ലോസ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആർക്കിടെക്ചർ നമുക്കറിയില്ല, ഡാറ്റ എവിടെയൊക്കെ പോകണം അറിയില്ല, ഏത് ഡാറ്റ യൂസ് ചെയ്തു എന്നറിയില്ല, ഏത് മോഡൽ ഒന്നും ഇതിൻ്റെ സംഗതികളൊന്നും റിവീലല്ല. ഇപ്പുറത്ത് വളരെ ചീപ്പ് റേറ്റിന് എന്ത് ചെയ്താണ് ആ ഒരു ഭയങ്കര പുകമറയൊക്കെ അങ്ങോട്ട് മാറ്റി, എന്താ പറയുക, ചില്ല് കൊട്ടാരം തകരുന്നത് പോലെ ആ ഒരു കോൺസെപ്റ്റ് ആളുകളുടെ മനസ്സിലുള്ള ഒരു സംഭവം ഒറ്റ ദിവസം കൊണ്ട് 1 ട്രില്യൻ്റെ നഷ്ടമാണ് അമേരിക്കൻ ടെക് ജയൻസിന് ഉണ്ടായി തീർക്കുന്നത്. അപ്പം ഈ ഒരു പിന്നെ വ്യത്യാസം വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഓപ്പൺ സോഴ്സും ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള സോഴ്സും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും നടക്കുക. $15 $0.14 ഉള്ള ദൂരം എത്രത്തോളം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയായിരിക്കും അവരത് മാനേജ് ചെയ്യുക എന്നൊക്കെ കാണാൻ പോകുന്ന കാഴ്ചയാണ് ഇനി. സ്വാഭാവികമായിട്ട് ഈ ഡീപ് സീക്കിൽ നിന്ന് മോട്ടിവേറ്റ് ആയിട്ട് ഇനിയും പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് ഒബ്വിയസ്ലി. കാരണം ഡീപ് സീക്കിൻ്റെ ഗിറ്റബ് പേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോഴത്തെ മിനിഞ്ഞാന്ന് ഡീപ് സീക്കിൻ്റെ പുതിയൊരു മോഡൽ, എന്താ ജാനസ് എന്ന് പറഞ്ഞൊരു മോഡൽ, ഈ മോഡൽ റിലീസായിട്ടുണ്ട്. ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഡാലി എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്, എന്താ ഓപ്പൺ AIക്ക്, അതിനെ ഔട്ട് പെർഫോം ചെയ്യുന്ന മോഡലാണ് ഡീപ് സീക്കിൻ്റെ ഈ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോഡലൊക്കെ ഓപ്പൺ സോഴ്സ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള ഡാറ്റയ്ക്ക് അനുസരിച്ച് എനിക്ക് ഫൈൻ ട്യൂൺ ചെയ്ത് എൻ്റെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വ്യത്യസ്ത ആളുകളുടെ മൈൻഡിൽ വരുന്ന വ്യത്യസ്ത കോൺസെപ്റ്റുകളെ ഈ ഒരു ആർക്കിടെക്ചർ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. അതായത് ഇതിൻ്റെ കോഡും അത് ഇങ്ങനെയാണ് ആ പ്രൊസീജിയർ ചെയ്യേണ്ടതെന്നും എല്ലാം റിവീൽ ചെയ്തിട്ടുണ്ട്. ഇനി അതിലൊന്നും റിവീൽ ചെയ്യാൻ ബാക്കിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്ര ഓപ്പണായിട്ട് ഞാൻ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുമില്ല കേട്ടോ. അതായത് അതിൻ്റെ പേപ്പറും എങ്ങനെ ചെയ്യണമെന്നും അതിൻ്റെ കോഡും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡാക്കിയിട്ട് എങ്ങനെ ഫൈൻ ട്യൂൺ ചെയ്യണമെന്നും എങ്ങനെ ഡിസ്റ്റിൽ ചെയ്യണമെന്നും
ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ വലിയ ഗൂഗിൾ ആവട്ടെ, അതല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ആവട്ടെ, ഇനി ഓപ്പൺ എ ആവട്ടെ, ഇങ്ങനെയുള്ള വലിയ വലിയ ജെൻസ് ഒക്കെ ഇത്രയും കാലം ഇതിങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ച് നിന്നിരുന്നത് അതിലൂടെ ചിലപ്പോൾ ഇതൊന്നും ഗവൺമെന്റ് അല്ല, ഇവിടെയുള്ള ആളുകളുടെ വെൽഫെയർ ഒന്നും അല്ലല്ലോ ഉദ്ദേശം. ക്യാപിറ്റൽ ആണല്ലോ, ക്യാപിറ്റൽ റൈസിംഗ് ആണ്, പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഈ ക്യാപിറ്റലിസ്റ്റുകളുടെ കയ്യിലുള്ള ഇതിന് അവർ പല സ്ട്രാറ്റജികൾ ഉപയോഗിക്കുന്നുണ്ടാവും. ഇൻവെസ്റ്റ്മെന്റ് അവർ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് കിട്ടാനുള്ള പല സ്ട്രാറ്റജികൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു പുകമറയെ ഒന്ന് കൊട്ടി തകർക്കാണ് ശരിക്കും ചെയ്തിട്ടുള്ളത്. ഇതില് വേറൊരു കാര്യം കൂടെ, ഇപ്പൊ ഈ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്നൊക്കെ നമ്മൾ പിന്നെ പറയുന്നുണ്ടെങ്കിലും, വീരവാദം പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല എന്നാണ് പിന്നെ നമുക്ക് ഈ കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ ന്യൂറോ സയൻസും ഇതും കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത്. ആക്ച്വലി ഇപ്പോൾ ഈ ട്രാൻസ്ഫോമർ മോഡൽ ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനതിൻ്റെ ഒരു ആർക്കിടെക്ചർ സൈഡിൽ കേട്ടോ പറയുന്നത്. മുമ്പുണ്ടായിരുന്ന ആൽഗോരിതംസ്, റിക്കറൻറ്റ് ന്യൂറൽ നെറ്റ്വർക്കിംഗ്, LSTM, ലോങ് ഷോർട്ട് ടേം മെമ്മറി, ഇങ്ങനത്തെ ഒക്കെ പിന്നെ മോഡൽസ് ചെയ്തിരുന്ന ഒരു സീക്വൻഷ്യൽ പ്രോസസ്സിംഗ് ആയിരുന്നു. അതിപ്പോൾ ടൈം സീരീസ് ഡാറ്റ ആണെങ്കിലും ടെക്സ്റ്റ് ഡാറ്റ ആണെങ്കിലും അതിൻ്റെ സീക്വൻഷ്യലായിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് പിന്നെ അതിനുള്ള പ്രഡിക്ഷൻ, നെക്സ്റ്റ് വേർഡ് പ്രഡിക്ഷൻ ചെയ്യുക എന്നുള്ളൊരു സംഭവമായിരുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ഒരു ലേമാൻ ലാംഗ്വേജിൽ മനസ്സിലാവുന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ, ഒരു ഷെഫ് ഇരിക്കുന്നുണ്ട്. ഷെഫിന് എന്ത് ചെയ്ത് പിന്നെ കുറച്ച് തക്കാളി കൊടുത്ത്, പച്ചമുളക് കൊടുത്ത്, മുളക് പൊടി കൊടുത്ത്, കുരുമുളക് കൊടുത്ത്, ഇങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊടുത്ത്, എന്നിട്ട് ഷെഫിനോട് ഇതൊക്കെ സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്നിട്ട് അയാളോട് പറഞ്ഞു ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. അതൊരു അതാണ് മുന്നേ നടന്നിട്ടുണ്ടായിരുന്ന സംഭവം, സീക്വൻഷ്യലായിട്ട് ഇങ്ങനെ പ്രോസസ്സ് ചെയ്യണം. എന്നാൽ ട്രാൻസ്ഫോമർ, ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫോമർ മോഡൽ വന്ന സമയത്ത് അതിൻ്റെ ഒരു വ്യത്യാസം എങ്ങനെയാണെന്ന് വെച്ചാൽ, കറി ഉണ്ടാക്കിയതിന് ശേഷം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഓവറോൾ ഒരു ഐഡിയ എന്ത് ചെയ്യും മോഡലിന് കിട്ടും. ഇൻപുട്ട് ഡാറ്റനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ ഇതിന് കിട്ടും. കോണ്ടെക്സ്റ്റ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും, വേർഡുമായിട്ടുള്ള കണക്ഷൻ മനസ്സിലാക്കാൻ പറ്റും. അത് ബേസ് ചെയ്തിട്ടുള്ള പ്രഡിക്ഷനാണ് ഈ ട്രാൻസ്ഫോമർ മോഡലുകൾ ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം പിന്നെ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ചെറിയ അഡ്വാൻസ്മെൻറ്റുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിനെ ഒരു AGI എന്നുള്ള ലെവലിലേക്കൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആദ്യം ഹ്യൂമൻ ഇൻ്റലിജൻസ് എന്താണെന്നും ഹ്യൂമൻ കോൺഷ്യസ്നെസ് എന്താണെന്നും എന്താണ് ഹ്യൂമൻ അറ്റൻഷൻ എന്നൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം മനസ്സിലാക്കി അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യണതെന്നും അത് മനസ്സിലാക്കിയാലല്ലേ അതുപോലുള്ളൊരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അറ്റൻഷൻ എന്താണെന്ന് ഒരു ഹോളിസ്റ്റിക് ആയിട്ടൊരു ഡെഫിനിഷൻ ഇല്ല. കോൺഷ്യസ്നെസ് എങ്ങനെയാണ് നടക്കണതെന്നുള്ളത് എന്ത് ചെയ്തില്ല, ആർക്കും അറിയില്ല. അപ്പോൾ എന്താ ഒരു ഇരുട്ട് തപ്പുന്ന രൂപത്തിലാണ് സംഭവം വരുന്നത്, കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു സയൻസ് ഈ ശരിക്കും അഡ്വാൻസ്മെൻറ്റ് ശരിക്കും വരേണ്ടത് കമ്പ്യൂട്ടേഷണൽ ന്യൂറോ സയൻസിലും കോഗ്നിറ്റീവ് സയൻസിലും കൂടുതലായിട്ട് റിസർച്ചുകൾ, കമ്പ്യൂട്ടേഷണൽ ബേസ് ചെയ്തിട്ടുള്ള സംഭവത്തിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യണം, ഡീപ്പ് റിസർച്ചുകൾ നടത്തണം. എന്നിട്ട് ആ റിസർച്ചിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, ആൽഗോരിതത്തിനെ റീസ്ട്രക്ചർ ചെയ്യണം. അങ്ങനെ റീസ്ട്രക്ചറിങ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഇനിയൊരു അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഓരോ നോഷൻ ബേസ് ചെയ്തിട്ടാണ് മാത്തമാറ്റിക്സ്, ഈ നോഷൻ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യണത്, ഇങ്ങനത്തെ മോഡലുകളും ആർക്കിടെക്ചറുകളും കാര്യങ്ങളൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ റിയൽ ആയിട്ടുള്ള സയൻസിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു ഗ്യാപ്പ് അവിടെ കിടക്കുന്നുണ്ട്. അത് ഒരു ന്യൂറോൺസിൽ നിന്ന് മൾട്ടിപ്പിൾ ന്യൂറോൺസിൻ്റെ നെറ്റ്വർക്കിലൂടെ എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു കൊഗ്നീഷൻ പോസിബിൾ ആവുന്നത് എന്നറിഞ്ഞാലാണ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു വേഗ ഐഡിയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് എങ്ങനെയാണ് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നതെന്ന് അറിഞ്ഞാലാണ് അതുപോലുള്ളൊരു എക്സ്പീരിയൻസ് ഉള്ള മെഷീനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഫങ്ഷണാലിസം ഫിലോസഫി ആണെങ്കിൽ പോലും അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റുക. വലിയൊരു സ്പേസ് അവിടെ ഉണ്ട്. അതെ, അത് സ്റ്റിൽ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നൊരു പോയിന്റ് ഇതാണ്, ഹ്യൂമൻ ലൈക്ക് ഇൻ്റലിജൻസ് ഉണ്ടാവും. അതുപോലെ എലോൺ മസ്കിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ കാണുന്നതാണ്. അതായത് മൈൻഡ് വേറെ ഒരു മെഷീനിലേക്ക്, നിങ്ങളെ മൈൻഡ് എന്ത് ചെയ്യുക വേറൊരു മെഷീനിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള സാധനമൊക്കെ പിന്നെ ഈ എലോൺ മസ്ക് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ MSc കോഗ്നിറ്റീവ് സയൻസിലായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പഠിച്ചതനുസരിച്ചിട്ട് അതൊരിക്കലും ഇപ്പോഴത്തെ റീസെൻ്റ് അഡ്വാൻസ്മെൻറ്റ് AI ആൽഗോരിതംസോ അതല്ലെങ്കിൽ അദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ബ്രെയിൻ ചിപ്പ് പോലുള്ള സാധനങ്ങളോ വെച്ചിട്ട് അത്
പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി മനസ്സിലാക്കുമ്പോഴാണ് ആ ഒരു സാധനം നമുക്ക് ഒരു വെയ്ഗ് ഐഡിയ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. കാരണം അയാൾ അതിൻ്റെ ഒരു മാർക്കറ്റാണ് കാണുന്നത്. അതിൻ്റെ പേരിൽ ഫണ്ട് റൈസ് ചെയ്യണം, അതിൻ്റെ പേരിൽ കുറേ ഡെവലപ്മെൻറ്റുകൾ, അപ്പോൾ അതെപ്പോഴും ആ പീക്കിൽ ഇങ്ങനെ നിൽക്കണം എന്നുള്ള സംഭവത്തിലുള്ള ഒരു ആശയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മീൻസ് നവദൻ കൂടുതലായിട്ട് ഈ സയൻസുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. 100 ബില്യൺ ന്യൂറോൺസ്, 50,000 ഓരോ ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷൻസ്, ഇത് തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ്, ഇതൊക്കെ ഒപ്പിയെടുത്തിട്ട് ഇതിൽ നിന്നാണ് ഒരു കോഗ്നിഷൻ പോസിബിൾ ആണ്. ഇതെല്ലാം ഒപ്പിയെടുത്തിട്ട് ഒരു മെഷീനിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് 4000-5000 ലീഡുകളുള്ള ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ ഏതുപോലെയാണ് ഇപ്പോൾ അതെന്നറിയോ? ഒരു വലിയ ഫുട്ബോൾ സ്റ്റേഡിയം, വേൾഡ് കപ്പൊക്കെ നടക്കുന്ന ഒരു ഫുട്ബോൾ സ്റ്റേഡിയം എന്ന് വിചാരിക്കുക. പുറത്തുനിന്ന് ഒരാൾ എന്ത് ചെയ്യാണ്, പറയാണ്, ഞാൻ ഈ പുറത്തെ സൗണ്ട് കേട്ടിട്ട് ഞാൻ പറയും ഉള്ളിൽ എന്താ നടക്കണമെന്ന് എന്ന് പറയുന്ന പോലെയാണ്. ഒബ്വിയസ്ലി കൈ അനക്കാനും കാലനക്കാനും ഒക്കെ പറ്റും, കാരണം അത് ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള നെറ്റ്വർക്കാണ്. അപ്പോൾ ആ ഭാഗത്തെ ചിന്തകൾ, ആ ഭാഗത്തെ സിഗ്നലുകൾ എടുത്തു കഴിഞ്ഞാൽ, ന്യൂറോൺസ് എന്ന് വരുന്ന സിഗ്നലുകൾ എടുത്തു കഴിഞ്ഞാൽ അത് മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മളൊരു ഞാൻ MS റിസർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈനൽ പ്രൊജക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പ്യൂപ്പിൾ ഡൈനാമിക്സ്, നമ്മളെ കണ്ണിൻ്റെ പ്യൂപ്പിൾ ഉണ്ടല്ലോ. അപ്പം ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു എക്സൈറ്റേഷനാണ് വന്നതെങ്കിൽ കണ്ണെന്ത് ചെയ്യും, ഒന്നിങ്ങനെ വികസിക്കും. മീൻസ് ഈ ഇതിൻ്റെ ഫോട്ടോ സിമുലേഷൻ മാത്രമല്ല, അല്ലാതെ തന്നെ കണ്ണെന്ത് ചെയ്യും, വികസിക്കുകയും ഇതൊക്കെ ചെയ്യും. ഇതൊരു ടൈം സീരീസ് ഡാറ്റയാണ്. ഈ ടൈം സീരീസ് ഡാറ്റയിൽ നിന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. മീൻസ് AI ഒന്നും കൂടെ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ, ആൽഗോരിതം ഒന്നും കൂടെ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും വാട്ട് യു ആർ തിങ്കിങ്. നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇല്ലുസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് RSVP എന്ന് പറയുന്ന സൈക്കോളജിയിലൊരു 2 കണ്ടീഷൻസ്, ബ്ലിങ്ക്, അറ്റൻഷണൽ ബ്ലിങ്ക്, നോൺ ബ്ലിങ്ക് എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് 95% ആക്യുറസിയിൽ ബ്ലിങ്ക് ആണോ നോൺ ബ്ലിങ്ക് ആണോ എന്നുള്ളത് ഐയുടെ ഈ ഡൈനാമിക്സ് നോക്കിയിട്ട് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് റീസെൻ്റ് ഇപ്പോൾ ഉള്ള ഐയുടെ ആൽഗോരിതം വെച്ചിട്ട് നമ്മൾ ആ ഒരു സാധനത്തിന് ക്ലാസിഫിക്കേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള കാൽക്കുലേഷൻസും ക്ലാസിഫിക്കേഷൻസും ഒക്കെ നടക്കുമെന്നല്ലാതെ ഹ്യൂമൻ മൈൻഡ് ഒന്നായിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് ഒപ്പിയെടുത്തിട്ട് അത് വേറൊരു മെഷീനിലേക്ക് കൊണ്ടുപോയിടുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോസിബിൾ അല്ല എന്നാണ് എൻ്റെ അറിവനുസരിച്ചിട്ട് ഉള്ള സംഭവം. അങ്ങനെയാണെങ്കിൽ ഇതും കൂടി ചോദിക്കട്ടെ, അതായത് നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ഇപ്പോഴത്തെ ഈ ഒരു അഡ്വാൻസ്മെന്റ് ഒക്കെ വെച്ച് നമ്മളൊരു അടുത്തൊരു 50 വർഷത്തേക്ക് കാണാവുന്ന മാക്സിമം പോസിബിലിറ്റി എന്തായിരിക്കും? അതിലേക്ക് ഇപ്പം ഞാൻ ഇപ്പോൾ ഉള്ള നിലവിലുള്ളൊരു സാഹചര്യം വെച്ച് ഓരോ സെക്ടറുകളിലും വരുന്ന പോസിബിലിറ്റീസ് ഉണ്ട്. ഞാനത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു എഡ്യൂക്കേഷനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടും കൂടെ പറയാം. അപ്പം എഡ്യൂക്കേഷന്, ഹെൽത്ത് കെയർ, അതുപോലെ റീറ്റെയില്, ഈ പറഞ്ഞ സംഗതികളിലൊക്കെ എങ്ങനെയാണ് AI ഏജൻറ്റുകൾ മാറ്റം വരുത്തുക എന്നുള്ളതാണ് എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റുക. കാരണം ഏജൻറ്റിക്ക് AI എങ്ങനെയാണ് ആയി വരിക എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അതിനെക്കുറിച്ച് സംശയമുണ്ട്. പിന്നെ കുറേ ഹൈപ്പുകളൊക്കെ അതിൻ്റെ പിന്നിലുണ്ടെങ്കിലും ഒരു സയൻസ് ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന് കുറേ ലിമിറ്റേഷൻസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ AI ഏജൻറ്റുകൾ എന്ന് പറയുമ്പോൾ ഇൻ്റർഫേസുകൾ, ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസുകൾ മൊത്തത്തിൽ മാറും. നിങ്ങളുടെ ഇൻറ്റൻഷന് പറയുകയോ ടെക്സ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈവൻ കുറച്ചും കൂടെ കഴിഞ്ഞാൽ തിങ്ക് ചെയ്യുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റൻഷൻസ് വർക്കാവും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ EEG ബേസ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു വെയ്ഗായിട്ടുള്ളൊരു സംഭവം വെച്ച് ചെയ്തിട്ട് ചെറിയ പ്രഡിക്ഷൻസ്, മോട്ടോർ ന്യൂറോൺസിൻ്റെ ആക്ഷൻസ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ, ഇൻ്റർഫേസുകൾക്ക് കഴിയും. അപ്പോൾ ആ ഇൻ്റർഫേസുകൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ട ഡ്യൂട്ടികളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, അതിൻ്റെ റിസൾട്ട് ഓൺ ടൈം തന്നെ റിസീവ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഇത് ഒരു നമുക്കറിയാം, ക്ലാസ്സിൽ നിന്ന് ടീച്ചേഴ്സ് പൊതുവെ ഉന്നയിക്കുന്ന സംഭവം എന്ന് പറയുന്നത് കോവിഡ് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ എന്ത് ചെയ്യണില്ല, ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഭയങ്കര നോയ്സാണ്, ആരെ അനുസരിക്കുന്നില്ല, കാര്യങ്ങളൊക്കെ ഇതാണ്. നമ്മളെ വീട്ടിൽ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, കുട്ടികൾ ആശ്രയിക്കുന്നത് യൂട്യൂബ് ചാനലുകളിലുള്ള ക്ലാസ്സുകളെയാണ്. അതേപോലെ അവർക്ക് വളരെ ഫാസ്റ്റായിട്ട് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, കാര്യങ്ങൾ വളരെ എളുപ്പമായി കിട്ടും
എന്നുള്ള സാധനങ്ങൾ കുട്ടികൾക്ക് അറിയാം. അപ്പം ഞാൻ എന്തിനീ 8-9 മണിക്കൂർ ഈ ക്ലാസ്സിലിരുന്ന് ഇങ്ങനെ ചടച്ചിരുന്ന് ഒരു വൃത്തിമേനയില്ലാത്ത ക്ലാസ്സും കേട്ടിരിക്കണം എന്നുള്ളൊരു ചിന്ത വന്നാൽ കുട്ടികളെ പഠിക്കേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, പിന്നെ ഒരു യൂസർ സെൻട്രിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനിലേക്ക് അതിനെ മാറ്റുക എന്നുള്ളതാണ്. അവിടെയാണ് ഈ ഇൻ്റലിജൻറ്റ് ട്യൂട്ടറിങ് സിസ്റ്റത്തിൻ്റെ ഒക്കെ പ്രാധാന്യം വരുന്നത്. ഓരോ കുട്ടിയുടെ ലെവൽ മനസ്സിലാക്കി ആ ലെവലിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്ന ലേണിംഗ് മെത്തഡോളജിയും ലേണിംഗ് സ്ട്രാറ്റജീസും പ്ലാൻ ചെയ്യുന്ന AI ഏജൻറ്റുകൾ. ആ AI ഏജൻറ്റുകൾ പിന്നെ കൊടുക്കുന്നത് അത്രയും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഉദാഹരണത്തിന് ടെക്സ്റ്റ് ബുക്കിലുള്ള പിന്നെ സംഗതികളൊക്കെ ഇത്തരത്തിലുള്ള ഗെയിമിഫൈഡ് വേർഷനിലൂടെ അതുപോലെ വളരെ ഇൻ്ററാക്റ്റീവായിട്ട് യൂസർ എക്സ്പീരിയൻസ് കൊടുക്കുന്ന രീതിയിലേക്ക് പ്ലാറ്റ്ഫോംസ് മാറുകയും അവിടെ നമുക്ക് പിന്നെ സ്കൂളിൻ്റെ കോൺസെപ്റ്റിനെ തന്നെ റീഡിഫൈൻ ചെയ്യേണ്ടി വരികയും ചെയ്യും. അപ്പോൾ സ്കൂളിൻ്റെ കോൺസെപ്റ്റ് പുതിയ NEPയുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഇതൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഡിസൈൻ തിങ്കിങ് ബേസ് ചെയ്തിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ് ഇപ്പം അവതരിപ്പിക്കുന്നത്. അതൊരു ഫ്യൂച്ചർ കണ്ടിട്ടുള്ളൊരു സംഭവമാണ്. കൊളാബറേറ്റ് ചെയ്തിട്ട് പിന്നെ എംപതൈസ് ചെയ്ത് അതിൽ നിന്നൊരു പ്രോബ്ലത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ നിന്നുള്ളൊരു ഐഡിയേഷന് ഫോം ചെയ്ത് അതിൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ടീം വർക്ക് എവിടെ നിന്ന് നടക്കണം, പിന്നെ ക്ലാസ് റൂമുകളിൽ നിന്ന് ടീച്ചർ പിന്നെ ഫെസിലിറ്റേറ്റ് ചെയ്യണം. അപ്പോൾ ടീച്ചറുടെ റോളും മാറും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ മെഷീനിലേക്കും കൊളാബറേഷനും ടീം വർക്കൊക്കെ ഏതിലേക്കും ഹ്യൂമൻ ടീച്ചറിലേക്കും മാറുന്നൊരു എന്ന് പറഞ്ഞാൽ അതിനെ എഡ്യൂക്കേഷൻ്റെ സിസ്റ്റത്തിനെ തന്നെ റീഡിഫൈൻ ചെയ്യും. ഹെൽത്ത് കെയർ സെക്ടറിൽ നമുക്കിപ്പോൾ തന്നെ ആപ്പിളിൻ്റെ ഒക്കെ വാച്ചുകളിൽ നമ്മുടെ പൾസ് മോണിറ്റർ ചെയ്യണ്, അതേപോലെ പിന്നെ ഷുഗർ, ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ തന്നെ അസസ് ചെയ്യുന്നുണ്ട്. ഇത് ബേസ് ചെയ്തിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും എന്തായിരിക്കും നിങ്ങളുടെ നാളത്തെ ദിവസം, എങ്ങനെയായിരിക്കും നിങ്ങളുടെ ബോഡിയുടെ അവസ്ഥ, എവിടേക്കൊക്കെ പോകാം എന്നുള്ള റെക്കമെൻഡേഷൻസ് കാര്യങ്ങളൊക്കെ തരുന്ന രൂപത്തിലേക്ക് ഒരു ലേമാന് യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഇൻ്റർഫേസിലേക്ക് വരികയും അത് അങ്ങനെ ആ രീതിയിലായി മാറുകയും ചെയ്യും. OLED ഡിസ്പ്ലേസ് ഇപ്പം ഓർഗാനിക് LED ഡിസ്പ്ലേസ് ആയി വരുന്നത്, അതൊരു ചീപ്പ് കോസ്റ്റ് ആയാലും നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇൻറ്റീരിയർ മൊത്തം OLED വെച്ചിട്ട് ചെയ്യണു, അതിലൊരു AI ഏജൻറ്റ് വരുന്നു. ആ AI ഏജൻറ്റ് എന്ത് ചെയ്യാണ്, നമ്മളെ വെയ്ക്കപ്പ് ചെയ്യിപ്പിക്കുന്നു. വളരെ പിന്നെ ആ വെയ്ക്കപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്താ പറയുക, നമ്മളെ ഡാറ്റയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം എന്നുള്ള സാധനം ചെയ്യണു. അപ്പോൾ ഇത്തരത്തിലുള്ള വർക്ക് പിന്നെ ഹെൽത്ത് കെയർ സെക്ടറുകളിലേക്ക് ഇപ്പോൾ രോഗികളെ നോക്കാനാവുമ്പോൾ IoT ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഇയാളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്കും അതുപോലെ ആളുകളിലേക്കൊക്കെ മെസ്സേജ് അയക്കുന്ന AI ഏജൻറ്റുകളായിട്ട് വരാം. ഇങ്ങനെ സീംലെസ് പോസിബിലിറ്റീസാണ് പിന്നെ വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പേഴ്സണൽ അസിസ്റ്റൻസിന് എല്ലാം പേഴ്സണലൈസ് ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ആമസോൺ, ഇപ്പോൾ എൻ്റെ ബൈയിങ് പാറ്റേൺ ആവില്ല നിങ്ങളെ ബൈയിങ് പാറ്റേൺ. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള സാധനം മതി എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ തന്നെ നമുക്ക് ആ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, പിന്നെ എല്ലാം പേഴ്സണലൈസ് ചെയ്തിട്ട് ഒന്നും കൂടെ യൂസർ എക്സ്പീരിയൻസ് തരുന്ന സംഭവമായിട്ട് മാറും. അപ്പോൾ ഇവിടെയും ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള ഡിസൈനിൻ്റെ പ്രാധാന്യം വരുന്നുണ്ട്. അതായത് യൂസർ ഇൻ്റർഫേസുകൾ അതുപോലെ ഡിസൈനിങ്ങിൽ ആരാണോ മികച്ച് നിൽക്കുന്നത്, ആരാണോ കൂടുതൽ യൂസർ എക്സ്പീരിയൻസ് കൊടുക്കുന്നത് വെച്ചാൽ അവരിലേക്ക് ആളുകൾ പോകും. അപ്പോൾ അപ്പോൾ അതിന് എപ്പോഴും നമ്മൾ കുട്ടികൾക്ക് പിന്നെ എഡ്യൂക്കേഷൻ എങ്ങനെ കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസർ സെൻട്രിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുകയും അങ്ങനെ സ്റ്റുഡൻറ്റ് സെൻട്രിക് ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ കൊടുക്കുകയും അതേപോലെ തന്നെ ആളുകളുടെ പെയിൻ പോയിൻ്റ് മനസ്സിലാക്കി അവരെ വ്യൂവിൽ നിന്ന് ചിന്തിക്കാനും അതിനൊരു പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി AI ടൂളുകളോ അതല്ലെങ്കിൽ ഇന്നത്തെ ടെക്നോളജികളോ യൂസ് ചെയ്തിട്ട് അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് ആയിട്ട് സ്കൂളുകൾ മാറുക എന്നുള്ളതാണ് അതിനുള്ളൊരു സൊല്യൂഷൻ. കൺവെൻഷനലായിട്ടുള്ള ടീച്ചിങ് സ്റ്റൈലിൽ നിന്ന് നമ്മൾ മാറേണ്ട സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട്. കാരണം 2023 പോലെയല്ല 24 പോലെയല്ല 25 കിടക്കുന്നത്. അത് ഭയങ്കര ജമ്പിങ് ആണ് നടക്കുന്നത്. 1-ന്ന് 8-ലേക്കോ 8-ന്ന് 16-ലേക്കോ ആണ് ആ സ്റ്റെപ്പ് പോകുന്നത്. അപ്പം പിന്നെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിനനുസരിച്ച് ടീച്ചേഴ്സ് അഡാപ്റ്റ് ചെയ്യണം, പ്രൊഫസേഴ്സ് അഡാപ്റ്റ് ചെയ്യണം. ഇങ്ങനെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ റീവാമ്പ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വിശാലമായ സാധ്യതകളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും അതിൽ ഇനി വരാൻ പോകുന്ന അഡ്വാൻസ്മെൻറ്റുകളെക്കുറിച്ചും ഒക്കെയാണ്
സൈനുൽ ആബിദ് സാർ നമ്മളോട് സംസാരിച്ചത്. ഈ സാങ്കേതിക വിദ്യയുടെ പുതിയ വിശേഷങ്ങളുമായി അദ്ദേഹം വീണ്ടും നമ്മോടൊപ്പം ഉണ്ടാകും. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.